ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും ഒരു നല്ല ദിവസം നിൽക്കിട്ടോ. അപ്പോൾ ഇന്ന് ഞാൻ മേലെ ഞായറാഴ്ച ദിവസം അതുകൊണ്ട് ടെറസിൻ്റെ മേലേക്ക് മേലെ കുറേ ചെടികളും പച്ചക്കറിയൊക്കെ വെച്ചിട്ടുണ്ട്. അപ്പോൾ ഞാൻ അതിൻ്റെയൊക്കെ ഒരു പാകക്കറി എടുക്കുന്നതും അതിൻ്റെ ഇതൊക്കെ വീഡിയോ ഒക്കെ കാണിക്കാൻ പോവാണ്. അപ്പോൾ ഇത് കണ്ടില്ലേ, ഇത് കുറേ ദിവസമായിട്ട് നിൽക്കുന്ന ഒരു വഴുതനങ്ങ ചെടിയാണ് കേട്ടോ. ഇതിൻ്റെ അപ്പുറത്ത് കണ്ടില്ലേ വഴുതനങ്ങ ചെടി. ഇതെന്താണെന്ന് വെച്ചാൽ ഇതൊക്കെ എന്താ പറയുക, എലിയുടെ ശല്യം ഭയങ്കരമായിട്ടുണ്ട്. എലി വന്ന് ഒക്കെ നാശാക്കി പോകണം കേട്ടോ. അപ്പോൾ അത് എലി നാശാക്കിയ വഴുതനങ്ങ ചെടിയാണത്. ഇപ്പോൾ ഇതിൽ കണ്ടില്ലേ, ഇതിൽ തന്നെ കണ്ടില്ലേ എത്ര വഴുതനങ്ങ നോക്കി നിങ്ങൾ. ഒരു 4 വഴുതനങ്ങ ചെടി ഉണ്ടെങ്കിൽ നമുക്കൊരു വീട്ടിലേക്ക് വേണ്ട അത്യാവശ്യം എല്ലാ സാധനങ്ങളും ഒരു സാമ്പാറിന് കിട്ടോ. ഒരു 4 വഴുതനങ്ങ ചെടി ഉണ്ടെങ്കിൽ ഒരു സാമ്പാറിനൊക്കെ നല്ല യൂസാവും. പിന്നെ അതേമാതിരി കണ്ടില്ലേ, ഇത് കണ്ടില്ലേ, ഇത് നമ്മൾ മുരിങ്ങ ചെടിയാണ്. കണ്ടില്ലേ, മുരിങ്ങ വേറെ വലിയ മുരിങ്ങയുടെ മരം ഉണ്ട് കേട്ടോ. പക്ഷേ ഇതിൻ്റെ കായ വേറൊരു വ്യത്യാസം കേട്ടോ, കായ്ക്ക്. അപ്പോൾ ഞാൻ അതുകൊണ്ട് ഇതിൻ്റെ വിത്ത് വാങ്ങി ഇതിങ്ങനെ ഉണ്ടാക്കിയതാണ്. പക്ഷേ ഇപ്പോൾ കായ പിടിക്കുന്നുണ്ട് കേട്ടോ. ലൈറ്റായിട്ടൊരു കായ കണ്ടായിരുന്നു, ഇപ്പോൾ കാണാനില്ല. ഇന്നലെയൊക്കെ നല്ല മഴയായിരുന്നു, അപ്പോൾ അതുകൊണ്ട് പോയോ എന്താണെന്നറിയില്ല. പക്ഷെ നല്ല നീളമുള്ള മുരിങ്ങക്കായാണ് കേട്ടോ ഫ്രണ്ട്സ് ഇത്. അപ്പോൾ ഇനി അടുത്ത് എന്താണ്, അപ്പോൾ ഇന്ന് കുറച്ച് കിട്ടിയ നമ്മളെ വഴുതനങ്ങയാണ് കേട്ടോ ഇത്. അപ്പോൾ ഇതൊക്കെ ഞാൻ ഇവിടെ ഒരിടത്തിൽ വെക്കട്ടെ. നിങ്ങൾ വിചാരിക്കും ഇതെന്താ അപ്പോൾ മേലേക്ക് ഇങ്ങനെ കല്ലും ഇതൊക്കെ ആയിട്ട് വെച്ചിരിക്കുന്നത്. പക്ഷേ ഇത് മേലേക്ക് കെട്ടാൻ വേണ്ടിയിട്ട് കല്ലൊക്കെ ഇറക്കി വെച്ചിരിക്കുകയാണ് കേട്ടോ. അതിൻ്റെയാണ് അതൊക്കെ. പിന്നെ കണ്ടില്ലേ, നമ്മളെ വാടാമല്ലി ചെടി നന്നായിട്ട് പൂത്ത് നന്നായിട്ട് വിത്തിന് പാകമായിട്ട് നിൽക്കുന്നുണ്ട് കേട്ടോ. ഇതിനൊക്കെ ഈ മേലത്തെ ഇതിൻ്റെ മേലുള്ള ഈ കെട്ടണ പണിയൊക്കെ കഴിഞ്ഞിട്ട് വേണം ഇതിനൊക്കെ നല്ല മാറ്റി നടാൻ മാറ്റി നല്ല നീറ്റായിട്ട് നല്ല വൃത്തിയായിട്ട് ചെയ്യണം എന്ന് വിചാരിച്ചിരിക്കുകയാണ്. അപ്പോൾ അതുകൊണ്ടാണ് ഇപ്പോൾ ഇങ്ങനെ തലങ്കോലായിട്ട് കിടക്കണം കേട്ടോ. പിന്നെ നമ്മൾ ആമ്പൽ കണ്ടില്ലേ, എപ്പോഴും ദിവസം ഒരു പൂ 2 പൂ ഉണ്ടാവും കേട്ടോ. ഇല്ലേ ഫ്രണ്ട്സ്, ഇത് എനിക്കൊരു ചേച്ചി തന്നാണ് കേട്ടോ. ഇതിൻ്റെ ആമ്പലിൻ്റെ ഒരു വിത്ത് തന്നാണ്. എന്ത് ഭംഗിയല്ലേ ഈ പൂവ് കാണാൻ നോക്കിയിട്ടുണ്ട്. ഇത് നമ്മുടെ നാട്ടിലെ ചെമ്പരത്തിയാണ് കേട്ടോ. നമ്മുടെ നാട്ടിൽ നിന്ന് നമ്മുടെ അടുത്ത് നിന്ന് കൊടുക്കുന്ന ടൈമിൽ എപ്പോഴും ഉണ്ടാവും പൂ കിട്ടുമോ കേട്ടോ, നാടൻ ചെമ്പരത്തി. ഞാൻ കണ്ടില്ലേ കഴിച്ചത് വിത്ത്, ഞാൻ പറഞ്ഞില്ല അന്നേക്ക് എനിക്ക് കയപ്പയ്ക്കയുടെ ഒരു വിത്ത് കിട്ടിയതാണ് കേട്ടോ. അത് കണ്ടില്ല, ഇത് കണ്ടില്ല, എന്തോ വന്ന് കടിച്ചിട്ട് കളയുന്നുണ്ട്. തല കണ്ടില്ലേ കേട്ടോ, കടിച്ചിട്ട് കണ്ടില്ലേ. അത് കാറ്റിന് ഇതായതാണോന്ന് അറിയില്ല, എന്താണ് നല്ല കാറ്റാണ് ഇപ്പോൾ. ഇപ്പോൾ നന്നായിട്ട് ഇങ്ങനെ പിടിച്ച് വരുന്നുണ്ട്. ഇത് പഴയൊരു തൊട്ടിയാണ് കണ്ടില്ലേ. എന്ത് തൊട്ടിയാന്ന് അറിയില്ല, വീടിൻ്റെ അടുത്ത് വീടിൻ്റെ തൊട്ടടുത്ത് അവർ വീട് കാലിയേക്ക് പോകുമ്പോൾ അവർ തന്നത്, അവർ വിട്ടിട്ട് പോയതാണ്. അപ്പോൾ ഞാൻ എടുത്തിട്ട് വന്ന് ഇതേപോലെ വെച്ചിട്ടുണ്ടാക്കിട്ടോ. അപ്പോൾ ഇത് മേലെ ഇങ്ങനെ കയറിക്കൊണ്ടിരിക്കുകയാണ്. ഇതൊക്കെ കണ്ടില്ലേ, ഇതൊക്കെ വഴുതനങ്ങയുടെ ചെടി. പിന്നെ വഴുതനങ്ങ നിൽക്കുന്നുണ്ട് കണ്ടോ പറിക്കാൻ. ഇങ്ങനെ നമുക്കൊരു അത്യാവശ്യം വേണ്ട, വീട്ടിലേക്ക് വേണ്ട അത്യാവശ്യം വേണ്ട വഴുതനങ്ങ. ഞാനിങ്ങനെ വഴുതനങ്ങ ഒരുപാട് മൂക്കാൻ വയ്ക്കാറില്ല കേട്ടോ. എനിക്ക് ഈ സൈസാണ് ഇഷ്ടം. അപ്പോൾ ഇത് കാരണം ഞാൻ അങ്ങനെ ഈ സൈസ് ആകുമ്പോൾ തന്നെ ഞാൻ അതൊക്കെ പറക്കും കേട്ടോ. പുറത്ത് കണ്ടില്ലേ, ഇപ്പോൾ പയ്യൻ്റെ തൊഴുത്താണ്. പയ്യൊക്കെ ഉണ്ട് അവിടെ കേട്ടോ, വൃത്തിയില്ല എന്നാലും. പക്ഷേ എന്താ ചെയ്യുക, ആവശ്യം ചാണകപ്പൊടി ഇതൊക്കെ വാങ്ങാനൊക്കെ കിട്ടും, വാങ്ങി പൈസ കൊടുത്താൽ തരും. ഈ വെണ്ടയ്ക്ക ചെടി കണ്ടില്ലേ, ഈ വെണ്ടയ്ക്ക ചെടിയിൽ എനിക്ക് എപ്പോഴും ദിവസം ഒരു 2-3 ദിവസം കൂടുമ്പോൾ വെണ്ടയ്ക്ക കിട്ടും കേട്ടോ. ഇപ്പോൾ ഇത് പറിച്ചത് പൊട്ടിച്ചാണ് ഇതൊക്കെ വെണ്ടയ്ക്ക ഇതിനുണ്ടല്ലേ, ഏകപ്പെട്ട വെണ്ടയ്ക്ക ഉണ്ട് കണ്ടോ. നമ്മളെ റോസ് കണ്ടില്ലേ, റോസ് ഇപ്പോൾ ഈ ഭാഗത്തേക്ക് വെച്ചപ്പോൾ നല്ല മുട്ടൊക്കെ വരുന്നുണ്ട്, നല്ല கொஞ்சம் നന്നായിട്ട് വരുന്നുണ്ട്. ഇപ്പോൾ നമ്മളെ മുരിങ്ങമരമുണ്ടെന്ന് ഞാൻ പറഞ്ഞില്ലേ, ഇത് കണ്ടില്ലേ വലിയ മുരിങ്ങമരമാണ് കേട്ടോ. നമ്മളെ വീട്ടിലുള്ളതാണിത്. നിറച്ച് കായുണ്ട്, മുരിങ്ങക്കായ നിറയെ ഉണ്ട്. അത് നിങ്ങൾക്ക് കാണാണ്ടോ മുരിങ്ങക്കായ, ഇപ്പോൾ കാണിച്ചു തരാം കേട്ടോ. മുരിങ്ങക്കായ മേലെ നോക്കി മുരിങ്ങക്കായൊക്കെ മൂത്ത് നിൽക്കുന്നുണ്ടല്ലോ. ഇപ്പോൾ പൊട്ടിക്കാൻ പറ്റുന്നില്ല, സമയമില്ല ഒന്നാമത്. അതാണ് ഞായറാഴ്ച ദിവസം മാത്രമേ ദിവസമല്ല, ജോലിക്ക് പോകുന്നതുകൊണ്ട് ഞായറാഴ്ച ദിവസം മാത്രമേ ഒഴിവുള്ളൂ. ഇത് കണ്ടു ഗൈസ്, ഇതാണ് ഈ മുരിങ്ങക്കായ കണ്ടില്ലേ. മുരിങ്ങക്കായ അത്യാവശ്യം നല്ല വലിപ്പമുണ്ട് കേട്ടോ. അതുണ്ട്, നിങ്ങൾക്ക് കാണാണ്ടോന്ന് അറിയില്ല. അത് നോക്കി എന്ത് വലിപ്പമുള്ള മുരിങ്ങക്കായാണ് നോക്കി നിങ്ങളെ. നല്ല വലിയ മുരിങ്ങക്കായാണ്. ഇപ്പോൾ ഞാൻ പൊട്ടിക്കുകയാണ്. അപ്പോൾ പൊട്ടിക്കാനൊക്കെ ഭയങ്കര കഷ്ടമാണ്. പൊട്ടിച്ചു, മുരിങ്ങക്കായ പൊട്ടിച്ചു ഗൈസ്. അപ്പോൾ ഇത് കാണാണ്ടോ എന്ന് എനിക്കൊന്നും അറിയില്ല. അതുണ്ടല്ലോ എൻ്റെ കയ്യിൽ ഇങ്ങനെ വലിയ ക്യാമറ തന്നെ, ഞാൻ എൻ്റെ ഫോണിൽ വെച്ച് അഡ്ജസ്റ്റ് ചെയ്തൊക്കെ ആയിട്ട് എടുക്കണം കേട്ടോ ഈ വീഡിയോ. അതുകൊണ്ട് നിങ്ങൾ എന്തെങ്കിലുമൊക്കെ തെറ്റൊക്കെ ഉണ്ടെങ്കിൽ ക്ഷമിക്കണം. അപ്പോൾ ഞാൻ ചിലപ്പോൾ കാണിക്കേണ്ടതൊക്കെ നിങ്ങൾക്ക് കാണുന്നുണ്ടോയെന്ന് അറിയില്ല. ആരും എടുത്തു തരാനൊന്നും ആളില്ല, മക്കളൊക്കെ നീച്ചിട്ടില്ല. അവരൊക്കെ ഇപ്പോൾ നല്ല ഉറക്കമാണ്. ഒരു മേലെയൊക്കെ നിറയെ ഉണ്ട് കണ്ടോ. ആ ലാസ്റ്റിലൊക്കെ നിൽക്കുന്നുണ്ടല്ലേ മുരിങ്ങക്കായ, നല്ല വലിയ മുരിങ്ങക്കായ നിൽക്കുന്നുണ്ട്. ഒക്കെ പൊട്ടിക്കണം. ഒക്കെ മക്കൾ നീച്ചിട്ട് ഈ മുരിങ്ങയുടെ കൊമ്പൊക്കെ ഒന്ന് വെട്ടണം. കാറ്റും മഴയും വരികയാണ്. അതുകൊണ്ട് താഴെയൊക്കെ കണ്ടില്ല, നിങ്ങൾക്ക് കാണാണ്ടോന്ന് അറിയില്ല. എനിക്ക് നല്ല വലിയ മുരിങ്ങക്കായ നിൽക്കുന്നുണ്ട് കണ്ടില്ലേ. മുരിങ്ങക്കായൊക്കെ ഒന്ന് പൊട്ടിക്കണം. അപ്പോൾ ഇതൊക്കെയാണ് ഇന്നത്തെ എൻ്റെ വീഡിയോകൾ. അപ്പോൾ ഞാൻ ഒരു കാര്യം മറന്നു. എൻ്റെ കോഴിമക്കൾ കണ്ടില്ലേ, ഒരു ഡെയിലി മുട്ട ഇടുന്നുണ്ട് കേട്ടോ. ഡെയിലി മുട്ട തരും 2. ഇത് ഈ വെള്ളക്കോഴി നമ്മൾ അന്ന് കാണിച്ചു തരുന്നു നിങ്ങൾക്ക്. സാധാരണ നമ്മളെ വെള്ളക്കോഴി മറ്റേ ഇതിൻ്റെ
ലഗോൺ കോഴികളാണ്. അത് വെറുതെ ഫ്രീ ആയിട്ടായിട്ട് കോഴിക്കുട്ടികളെ കിട്ടിയതാണ്. അപ്പോൾ വളർത്തെ പറ്റിയോ നല്ല വലുതായി. വെച്ചുകൾ മുട്ട ഇടുന്നുണ്ട്, പക്ഷേ വിരിക്കൊന്നുമില്ല. പക്ഷേ അത് ബാക്കിലൊക്കെ നാടൻ കോഴികളാണ് കേട്ടോ. ഗിരിരാജനും അതൊക്കെ അവളൊക്കെ മുട്ടയിടാൻ തുടങ്ങിയിട്ടുണ്ട്. കാണുന്നുണ്ടോ എന്ന് എനിക്കൊന്നും അറിയില്ല. എനിക്ക് കണ്ണുണ്ടോ? അതാ എന്തെങ്കിലും തെറ്റുകുറ്റങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ക്ഷമിക്കണം കേട്ടോ. വീഡിയോയിൽ ഞാൻ മുന്നേ പറഞ്ഞു, എൻ്റെ കയ്യിൽ നല്ല പക്കാവ ക്യാമറയൊന്നും ഇല്ല. ഞാൻ എൻ്റെ ഫോണിൽ ഞാൻ തന്നെ അഡ്ജസ്റ്റ് ചെയ്ത് പിടിക്കുകയാണ്. അപ്പോൾ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് കമൻറ്റൊക്കെ ചെയ്യണം കേട്ടോ. അപ്പോൾ ഓക്കെ, ബൈ, താങ്ക് യു.